നമ്മുടെ ഈ അടൂർ പത്തനംതിട്ട ദേശം വിട്ടിട്ട് എറണാകുളത്തിന്റെ ഒരു മരുമകളായി മാറുവാൻ പോവുകയാണ്. സോ ഇനി മുതൽ ഫെബ്രുവരി 2-ാം തീയതി മുതൽ താമസിക്കുന്നത് ഈ മാതാവിനോട് കൂടെയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പ്രിയ പിന്നിന് ഫാദറില്ല. അതുകൊണ്ട് ആ വീട്ടിൽ താരെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും നീ നിവർത്തിക്കണം. ഈ മാതാവിനെ, നിന്റെ അമ്മയെ നീ സ്നേഹിച്ചതിനേക്കാൾ ഉപരി സ്നേഹിക്കണം. ആ മാതാവിനെ നീ കണ്ടില്ലേ? ഇത്രത്തോളം ഈ മകനെ കൊണ്ടുവരാൻ, ഇത്രത്തോളം ഒരു വലിയ നിലയിലേക്ക് കൊണ്ടുവരാൻ ആ മാതാവ് സഹിച്ച പങ്കുപാടുകൾ അനവധി നിരവധിയാണ്. അതുകൊണ്ട് ഈ മാതാവിന്റെ കണ്ണ് നനയാൻ ഒരിക്കലും നീ ഇടം കൊടുക്കരുത്. നിങ്ങൾ ഒരു കുടുംബജീവിതം ആരംഭിച്ചതിന് ശേഷം നാളെ ഈ മാതാവിനെ ഒരു വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടാൻ നീ ഒരിക്കലും ആഗ്രഹിക്കരുത്. ആ മാതാവിന്റെ അന്ത്യം വരെ എത്രമാത്രം മാതാവിനോട് ചേർന്ന് നിന്ന് ആ മാതാവിനെ സംരക്ഷിക്കാമോ? പിന്നെ ഒരു മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതും അവരെ നമ്മൾ കാത്തു പരിപാലിക്കുന്നതും നിനക്ക് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും അതൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇദ്ദേഹം ഇന്നു മുതൽ നിന്റെ പിതാവാണ്. ഒരു പിതാവിന്റെ സ്നേഹം ഒരുപക്ഷെ നേരത്തെ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ഇനി മുതലുള്ള സമയങ്ങൾ ഒരു പിതാവിന്റെ എല്ലാവിധമായ വാത്സല്യങ്ങളും ഈ പിതാവിൽ നിന്ന് പിന്നീട് ലഭിക്കും എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം. കാരണം എൻ്റെ ഒരു ദേശ സഹോദരൻ കൂടിയാണ് പ്രിയ റജി എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് അച്ഛൻ നിങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കും, നിങ്ങളുടെ എല്ലാവിധമായ കാര്യത്തിലും കൂടെ നിൽക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഈ മാതാവിനെയും ഈ പിതാവിനെയും നിങ്ങൾ വളരെ ആഴമായി സ്നേഹിക്കണം എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അവരുടെ എല്ലാവിധമായ അനുഭവങ്ങൾ സമ്പത്ത് സമയങ്ങളിലും നിങ്ങൾ അവരോട് കൂടെ നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരമാണ്. ധാരാളം സമയങ്ങൾ ഒരുപക്ഷെ ഷൂട്ടിന്റെയോ മറ്റിതര സമയങ്ങളിൽ ഒരുപക്ഷെ ലേറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോഴൊന്നും പിണങ്ങിയ മുഖം കാണിക്കാതെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ആ പ്രിയപ്പെട്ടവരെ വരവേൽപ്പാൻ നീ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ ഈ കഥയുടെ വളരെ അനുഗ്രഹമായിരിക്കും. ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ സിനിമയുടെ അവസാനത്തിൽ ആ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ ആ സിനിമയ്ക്കകത്ത് കണ്ടില്ലേ ആ സിനിമ ആക്ടർ അവർ രണ്ടുപേരും എത്ര മനോഹരമായിട്ടാണ് ഹണിയെന്ന് വിളിക്കുന്നു, ചേട്ടായി എന്ന് വിളിക്കുന്നു, പിന്നെ പൊന്നിയെന്ന് വിളിക്കുന്നു, മുത്തേന്ന് വിളിക്കുന്നു, ചേട്ടൻ എന്തുകൊണ്ട് എന്നെ അങ്ങനെ വിളിച്ചുകൂടാ എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീയോട് ആ ഭർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്: ഫിലിമിൽ അഭിനയിക്കാൻ അവർ കോടികൾ പ്രതിഫലം വാങ്ങിയിട്ടാണ് അവർ ഫിലിമിൽ അഭിനയിക്കുന്നത്. പക്ഷേ എനിക്ക് നിന്റെ കൂടെ ജീവിതാന്ത്യം വരെ ജീവിപ്പാൻ നിന്റെ പപ്പ തന്നത് കേവലം 10,000 രൂപയാണ്. അങ്ങനെയല്ല, ഇതൊരു ആക്ടിംഗ് അല്ല, ജീവിതം ഒരു ആക്ടിംഗ് അല്ല, കേവലം ഒരു ഡൗറിയുടെയോ മറ്റിതരയോ വിഷയത്തിൽ ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത്. ഒന്നും കിട്ടിയില്ലെങ്കിലും സദാസിനെ സ്ത്രീയാണ് ഏറ്റവും വലിയ ധനം. Yesterday I searched your Instagram post and I saw that something you have written on that. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഞാൻ കണ്ടത് സ്ത്രീയാണ് ഏറ്റവും വലിയ ധനം. അതുകൊണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ഒരിക്കലും കലഹിക്കാൻ പാടില്ല, അടിപിടി കൂടാൻ പാടില്ല. സ്ത്രീയാണ് ഏറ്റവും വലിയ ധനം എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം ധന്യകരമായി തീരുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കൂടി വന്ന സദസ്സിനോട് ഇതൊരു വിവാഹ നിശ്ചയ ശുശ്രൂഷയാണ്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അത് പറയാതെ ഞാൻ എനിക്ക് അവസാനിപ്പിക്കുവാൻ തരമില്ല. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു ഈ താണ ഉലകത്തിലേക്ക് വന്നു. 33 തിരുവയസ്സ് വരെ ഉലകത്തിൽ ജീവിച്ചു, നാടെങ്ങും സഞ്ചരിച്ചു, നന്മ ചെയ്തു, അനേകർക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ട് അടുത്ത ശേഷം യേശു ക്രിസ്തു യഹൂദ പരീക്ഷന്മാരാൽ പിടിക്കപ്പെട്ടു. അവരവരെ ക്രൂശിച്ചു. എങ്കിലും കല്ലറകളെ ഒതുക്കി വെക്കുവാൻ കഴിയാതെ 3-ാം ദിവസം യേശു ക്രിസ്തു അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുവാനിടയായി. എന്നാൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടാണ് യേശു ക്രിസ്തു പോയിരിക്കുന്നത്. എന്നാൽ ഇന്നിവിടെ നടക്കുന്ന വിവാഹ ശുശ്രൂഷയുടെ ഈ നിശ്ചയ ശുശ്രൂഷ അതിന്റെ ഒരു റിസർവേഷൻസ് ആണ്, അതിന്റെ ഒരു അംഗീകാരമാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, അതിന്റെ വിദൂരമല്ലാത്ത ഭാവി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഭയാ നടവാക്കിയ വേദികളിപ്പാൻ വരുന്നതുപോലെ, ഫെബ്രുവരി 2-ാം തീയതി ഒരു കുടുംബമായി തീരുന്നതുപോലെ യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാൻ അധികം താമസത്തിന് കടന്നു വരുവാൻ പോവുകയാണ്. ആകയാൽ ആ ഒരു ധന്യമായ നിമിഷത്തിലേക്ക് നിങ്ങൾ ആരും ഇതുവരെ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു നല്ല അവസരമായി കണക്കിലെടുത്ത് നിങ്ങൾ യേശു ക്രിസ്തുവിനെ
നിങ്ങളുടെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഈ ഹോൾ വിടുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പ്രിയ ബിന്നിന് വേണ്ടിയും പ്രിയ താരയ്ക്ക് വേണ്ടിയും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Can you please stand on your feet? അതാത് സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടുമീനക്കേ സുപരാ ഇപ്പോഴെന്തു ചെയ്യേണ്ടുമീനക്കേ സുപരാ നന്ദി കൊണ്ടെന്റെയുള്ള നന്നായി നിറയുന്ന സന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ കുറ്റം കൂടാതെ തേജസ്സി മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. നിങ്ങളുടെ കരങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് നേരെ ഒന്ന് നീട്ടാമോ? Please stretch your hands towards the bottom. അവർക്ക് നേരെ നീട്ടിയാണ് ഒരുമിച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. God to bless them. ഒരുമിച്ച് അവരെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല സമയം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബിന്നിനെയും പ്രിയ താരയെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ. ഇവർ ദൈവത്തിന്റെ കൃപയിൽ അനുഗ്രഹം വർദ്ധിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന സകലജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലമായ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. കരഘോഷത്തോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാമെന്നുകൂടെ. Amen. So blessed family, may the Lord bless you abundantly with His stories. Thank you. Thank you.